അവസാന പന്ത് വരെ ആവേശം മുറ്റിനിന്ന മത്സരത്തിൽ ലോക ക്രിക്കറ്റിലെ കരുത്തരായ ഇംഗ്ലണ്ട് തോൽവിയുടെ വക്കിൽ നിന്നും നേപ്പാളിനോട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അവസാന പന്തിൽ 6 റൺസ് നേടിയാൽ നേപ്പാളിന് വിജയിക്കാവുന്ന സാഹചര്യത്തിൽ സാം കറൻ്റെ മികച്ച ബൗളിംഗ് പ്രകടനം ഇംഗ്ലണ്ടിൻ്റെ മാനം കാക്കുകയായിരുന്നു. ഇംഗ്ലണ്ട് നേടിയ 184-7 എന്ന സ്കോർ ചങ്കുറപ്പോടെ പിന്തുടർന്ന കുഞ്ഞന്മാരായ നേപ്പാൾ 186 എന്ന നിലയിലെത്തി 4 റൺസിൻ്റെ തോൽവിയാണ് വഴങ്ങിയത്. ബാറ്റും കൊണ്ടും ബോളും കൊണ്ടും തിളങ്ങിയ ഇംഗ്ലീഷ് താരം വിൽ ജാക്സ് ആണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഇരു ടീമുകളുടെയും ഈ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ടോസ് വിജയിച്ച ഇംഗ്ലണ്ട് ദുർബലരായ നേപ്പാളിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തതോടെ കൂറ്റൻ സ്കോർ പടുതുയർത്തുമെന്ന് പ്രതീക്ഷിച്ചവരെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാം ഓവറിൽ തന്നെ ഫിൽ സാൾട്ട് 1 റൺ മാത്രമെടുത്ത് മടങ്ങി. പിന്നാലെ 26 റൺസ് നേടിയ ബട്ട്ലറും മടങ്ങി. ടോം ബാൻഡൻ 2 റൺസ് മാത്രമെടുത്ത് കീഴടങ്ങിയതോടെ സ്റ്റേഡിയം നിറഞ്ഞ നേപ്പാൾ ആരാധകർ ആഹ്ലാദ നൃത്തം ചവിട്ടി. തുടർന്ന് 4-ാം വിക്കറ്റിൽ ജേക്കബ് ബഥേൽ, ഹാരി ബ്രൂക്സ് സഖ്യം ഇംഗ്ലണ്ടിൻ്റെ സ്കോർ 100 കടത്തുകയായിരുന്നു. 28 പന്തിൽ നിന്നായിരുന്നു ബഥേൽ 50 പൂർത്തീകരിച്ചത്. പിന്നാലെ 31 പന്തിൽ നിന്നും ബ്രൂക്കും 50 കടന്നു. അവസാന ഓവറുകളിൽ വിൽ ജാക്സ് തകർത്തടിച്ചതോടെ 184-7 എന്ന മികച്ച സ്കോറിലെത്താൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞു. 18 പന്തിൽ 4 സിക്സും 1 ഫോറും ഉൾപ്പെടെ 39 റൺസ് നേടി വിൽ ജാക്സ് പുറത്താകാതെ നിൽക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച നേപ്പാൾ തുടക്കത്തിലെ തകർത്തടിച്ച് ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചു. 4-ാം ഓവറിൽ ഓപ്പണർ ആസിഫ് ഷെയ്ഖിനെ പുറത്താക്കി ഡോസൻ ആദ്യ വിക്കറ്റ് സ്വന്തമാക്കി. 3-ാം വിക്കറ്റിൽ രോഹിത് പൗഡൽ, ദീപേന്ദർ സിംഗ് സഖ്യം അനായാസം ഇംഗ്ലീഷ് ബൗളിങ്ങിനെ നേരിട്ടപ്പോൾ സ്കോർ 100 കടന്ന് നേപ്പാൾ മുന്നേറി. എന്നാൽ 15-ാം ഓവറിൽ സാം കറൻ ദീപേന്ദ്രയെ പുറത്താക്കി ഇംഗ്ലണ്ടിന് ആശ്വാസം പകർന്നു. 29 പന്തിൽ 6 ഫോറും 1 സിക്സും ഉൾപ്പെടെ 44 റൺസായിരുന്നു ദീപേന്ദ്ര നേടിയത്. പിന്നീട് തുടർച്ചയായി 2 വിക്കറ്റുകൾ വീണത് നേപ്പാളിനെ പ്രതിരോധത്തിലാക്കി. എന്നാൽ ഒരറ്റത്തു നിന്ന് വമ്പനടികൾ നടത്തിയ ലോകേഷ് ബാം നേപ്പാളിന് വിജയപ്രതീക്ഷകൾ സമ്മാനിച്ചു. അവസാന ഓവറിൽ ജയിക്കാൻ 10 റൺസ് മാത്രം നേപ്പാളിന് ആവശ്യമായിരിക്കെ ഉജ്ജ്വലമായി പന്തെറിഞ്ഞ സാം കറൻ ബൗണ്ടറികളൊന്നും വഴങ്ങാതെ ഇംഗ്ലണ്ടിനെ നാണക്കേടിൽ നിന്നും രക്ഷിച്ചു. ഏതായാലും വരും നാളുകളിൽ നേപ്പാൾ ക്രിക്കറ്റിലെ മുൻനിരക്കാർക്ക് തലവേദന സൃഷ്ടിക്കുന്ന ടീമായി മാറും എന്നുറപ്പാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.